മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ടീമുകളിൽ പ്രധാനപ്പെട്ട ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. അതുപോലെ തന്നെ സിറ്റിയുടെ പെപ്പ് ഗാർഡിയോള. രണ്ട് പേരെന്ന് പറയുമ്പോൾ സിറ്റിയും പെപ്പും ഇവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് ഇപ്പോൾ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സിറ്റി തോൽക്കുകയാണ്. ഇപ്പോൾ ഓരോ മത്സരങ്ങളും തോൽക്കുകയാണ്. പഴയ ആ ഒരു സിറ്റി തന്നെ അല്ല, ഇപ്പോൾ മൊത്തത്തിലാണ് അടിപിടി മാറിയിരിക്കുകയാണ് സിറ്റി. കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ തോൽക്കുന്നു. വെറും തോൽവി മാത്രമല്ല, നല്ല ഗോൾ മാർജിനാണ്, നല്ല ഗോൾ വാങ്ങിയിട്ടാണ് തോൽക്കുന്നത്. അതാണ് ഒരു ലോകോത്തര 1-ാം നമ്പർ കോച്ചാണ് പെപ്പ് ഗാർഡിയോള. അദ്ദേഹത്തിൻ്റെ ടീം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തോൽക്കുന്നത് ഫുട്ബോൾ ഫാൻസിനൊന്നും അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനില്ല. അവരിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ അവസാനം കളിച്ച 9 മത്സരങ്ങളിലെ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ 21 ഗോളുകളാണ് അവർ ടോട്ടൽ വഴങ്ങിയത്. 21 ഗോളുകൾ. ഈ ഒരു 9 മത്സരങ്ങളിൽ 6 മത്സരങ്ങൾ തോറ്റു, 2 മത്സരങ്ങൾ സമനില, 1 വിജയവും. ഇതാണ് ഇപ്പോൾ റീസെൻ്റ്ലി മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ്പ് ഗാർഡിയോളയുടെ സിറ്റിയുടെ സമ്പാദ്യം. നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് സിറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. കാരണം അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്ന ഒരു ടീമാണ്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും ഒക്കെ മൊത്തത്തിൽ അടിപൊളിയാണ് മാറിയിരിക്കുകയാണ് ഇപ്പോൾ സിറ്റി. ഇതിൻ്റെയൊക്കെ പുറത്ത് വേറൊരു സംഭവം കൂടിയുണ്ട് പെപ്പുമായി ബന്ധപ്പെട്ട്. പെപ്പും ഗാർഡിയോളയും മോറിഞ്ഞോയും തമ്മിലുള്ള ഒരു വാക്കേറ്റം, ഒരു സംസാരം. ഇതിന് മറുപടിയായിട്ട് നല്ല രസകരമായിട്ട് തന്നെ നമ്മൾ മോറിഞ്ഞോ പെപ്പിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, എനിക്ക് 3 ചാമ്പ്യൻസ് ലീഗേ ഉള്ളൂ. പക്ഷേ ആ 3 ചാമ്പ്യൻസ് ലീഗും ഞാൻ 150 കേസുകൾ നടത്തിങ്ങാണ്ട് നേടിയതല്ല, ന്യായമായിട്ട് വിജയിച്ചിങ്ങാണ്ട് നേടിയ 3 ചാമ്പ്യൻസ് ലീഗാണ് എൻ്റെ കയ്യിൽ ഉള്ളത് എന്നാണ് മോറിഞ്ഞോ പെപ്പിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടി കൊടുത്തത്. മറ്റേ പെപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനിത് പറഞ്ഞത് തമാശയിലാണ് എങ്കിലും ഞാൻ പറഞ്ഞത് കാര്യമാണ്. എനിക്ക് 6 ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, അദ്ദേഹത്തിന് 3 ഉള്ളൂ എന്ന് പറഞ്ഞത് കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ച തമാശ രൂപേണയാണ് എന്ന് പെപ്പ് ഗാർഡിയോള ഇതിന് വന്നിട്ട് മറുപടി പറഞ്ഞു. ഏതായാലും വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് സിറ്റിൻ്റെ ഭാഗത്തു നിന്നും പെപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നത്. അദ്ദേഹം സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിച്ചിട്ടൊരു സംഭവമൊക്കെ നടന്നു കഴിഞ്ഞ 1-2 മത്സരങ്ങൾക്ക് മുന്നേ സ്ഥിരമായിട്ട് തോൽക്കുമ്പോൾ. തോൽവിയും പറഞ്ഞാലും പോരാ, കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഗോളുകൾ, നല്ല മാർജിനിലാണ് ടീം തോൽക്കുന്നത്. എന്താണ് പെപ്പിനും പെപ്പിൻ്റെ ടീമിന് പറ്റിയതും എന്നറിയില്ല. ഏതായാലും പെപ്പാണ് ഏത് സമയത്തും അദ്ദേഹം ടീമിനെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു കോച്ചാണ്, ഒരു പരിശീലകനാണ് അദ്ദേഹം. വരും മത്സരങ്ങളിലൊക്കെ എന്താണ് ഇനി സിറ്റിക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം.